നമസ്കാരം. പയ്യന്നൂർ വെള്ളൂരിലെ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി മുൻ മന്ത്രി ടി.എം. തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ നൂതനമായിട്ടുള്ള രീതികൾ, ഉൽപ്പന്നങ്ങൾ, വിപണന സമ്പ്രദായങ്ങൾ, ഡൈവേഴ്സിഫിക്കേഷൻ, ഇതിനോടൊക്കെ തുറന്ന ഒരു സമീപനം മനസ്സിൽ വേണം. എങ്കിലേ നമുക്ക് അതിവേഗത്തിൽ ഇനിയും വളരാനും വരുന്ന വളർച്ചയ്ക്ക് വേണ്ടിയിട്ടില്ല, നാടിന് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻസെൻറ്റീവായിട്ട് മിൽമേക്ക കൂടുതൽ 2 രൂപ കിട്ടുന്നുണ്ട്. 60 കഴിഞ്ഞാൽ പെൻഷൻ പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള നമ്മൾ ആനുകൂല്യങ്ങളും സഹായങ്ങളും എല്ലാം കൃഷിക്കാർക്ക് നൽകുന്ന, അത് ഇനിയും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ സംരംഭത്തെ വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. അപകടങ്ങളും മറക്കണ്ട. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ കാലത്ത് അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ വരാൻ പോണ കാലത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പുതിയ വഴിത്തിരിവുകൾ എങ്ങനെ നമ്മുടെ ഈ വ്യവസായത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. 2 കൃഷിക്കാരെ സഹായിക്കുന്നതിന് പ്രായോഗികമായൊരു കർമ്മ പരിപാടി നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ പഞ്ചായത്തുകളും ഇവിടുത്തെ സഹകരണ സംഘങ്ങളും എല്ലാം ചേർന്ന് നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുമോ? ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ 50-ാം വാർഷികം ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ടി.ഐ. മധുസൂദനൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സരിൻ ശശി മുഖ്യാതിഥിയായി. വി നാരായണൻ, ടി സന്തോഷ്, കെ.വി. സുധാകരൻ, കെ.വി. ജ്യോതി, ഇ ഭാസ്കരൻ, സൊസൈറ്റി പ്രസിഡന്റ് എ.വി. കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി ടി ശ്രീജിത്ത്, കെ ജയരാജ്, വി ബാലൻ, വി.കെ.പി. ഇസ്മയിൽ, പനക്കീൽ ബാലകൃഷ്ണൻ, പി ജയൻ, ഒ.ടി. സുജേഷ്, കെ ഹരിഹർകുമാർ, വി.പി. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഹൈടെക് ഫാം ഉദ്ഘാടനം, ക്ഷീരകർഷക സെമിനാർ, സ്ഥാപക അംഗങ്ങളെ ആദരിക്കൽ, കന്നുകാലി പ്രദർശനം, ക്ഷീരകർഷക പെൻഷൻകാരുടെ സംഗമം, സുവർണ ജൂബിലി സ്മാരക സമർപ്പണം, സ്മരണിക പ്രകാശനം, ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും കുടുംബ സംഗമം, വിവിധ കലാപരിപാടികൾ, സുവർണ ജൂബിലി ആഘോഷ സമാപനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും.